ഇല്ലല്ലദീന ആമനു. നമ്മളൊരു സൂറത്തൊരൊറ്റ പാരായണ വല്ലസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നമുക്കതിൻ്റെ ഗൗരവമൊന്നും നോക്കണ്ടല്ലോ, അത് ഓതി തീർന്നു. എല്ലാ നിസ്കാരത്തിലും അത്രയും ചെറിയ സൂറത്തായതുകൊണ്ട് നമുക്ക് കാണാതെ അറിയാം ഓതിപ്പോകുന്ന സൂറത്തുകളിലൊന്നാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന, എപ്പോഴും പിടിച്ചുലക്കേണ്ട, എപ്പോഴും നമ്മുടെ പ്രേരകമായിരിക്കേണ്ട ആയത്തുകളിൽ, അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. പക്ഷെ അധിക പേരും ഈ മാത്രം എന്നതിൽ ഒതുങ്ങാൻ പ്രയാസമുള്ളവരാണ്. അള്ളാഹുവിനെ മാത്രം എന്നതിൽ സൂറത്തു സുമറിലെ 45-ാമത്തെ വചനത്തിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്: വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. വഇദാ ദുകിറല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം എന്ന് പറയപ്പെടുമ്പോൾ ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഇസ്മഅസ്സത് ഖുലൂബ്, അവരുടെ മനസ്സിന്, അവരുടെ ഹൃദയത്തിന് ഒരു ജാതി അസ്വസ്ഥത അനുഭവപ്പെടും. പടച്ചോനെ മാത്രം എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരുപാട് ശക്തികളെയും കൂടെ ചേർത്ത് കൊടുത്താലോ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. എന്താ പറയുക, നിങ്ങൾ ഒരു മോഷ്ടാവ്, അതല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുമ്പൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇന്നും ഒരു സംഗതി, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയോട് പടച്ചോനാണ് സത്യം പറയുന്നുണ്ടാവും, പടച്ചോനാണ് സത്യം, ഞാനല്ല എന്നറിയും. പിന്നെ ഖുർആനാണ് സത്യം, ഖുർആൻ്റെ നടുപ്പേജാണ് സത്യം, ഞാനല്ല എന്നറിയും. എന്നാൽ ഇതൊന്ന് ഒടുങ്ങാക്കാട് മക്കാമാണ് സത്യം പറയും. അപ്പോഴേക്കും ബറയലായി, അപ്പോൾക്ക് ബറയല. ഏതെങ്കിലും ഒരു മക്കാമിനെ, ജാറത്തെ, അതല്ലെങ്കിൽ മൺമറഞ്ഞ ഷെയ്ഖിനെ, മഹാനവർകൾ, മഹാന്മാരായ ആരെങ്കിലും വെച്ചിട്ട് സത്യം പറയുന്നു പറഞ്ഞാൽ പിന്നെ അവന് പേടിയാണ്. അള്ളാഹു മാത്രം എന്നതിൽ ഒതുങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾക്ക് ഭൗതിക ലോകത്ത് തന്നെയും അവർക്ക് എപ്പോഴും ഒരു രോഗത്തിന് സമാധാനം കിട്ടാനാണ് അവരേതെങ്കിലും ഒരു വ്യക്തിയുടെ ശക്തിയുടെ സമക്ഷത്തെങ്കിൽ ചെന്ന് എന്തെങ്കിലും സമർപ്പിക്കുന്നതെങ്കിൽ വേറെ ഒരാൾ പറയും ഇന്ന നാട്ടിൽ ഒരാളുണ്ട് എന്നാൽ അവിടെയും പോവര്. പിന്നെ പറയണം വേറൊരു സ്ഥലത്തുണ്ട്, എത്ര ദൂരവും പോകും. സാമ്പത്തികമായി എത്ര പ്രയാസമുള്ള ആളാണെങ്കിലും സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ എത്ര സമ്പത്തും മുടക്കി കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും പോകും, എത്ര സ്ഥലത്ത് പോകുമെന്നറിയോ. പക്ഷെ എന്നാലൊന്നും സമാധാനം ഉണ്ടല്ലോ. കാരണം വേറൊന്നും കേൾക്കാനുണ്ടാവും. ഇതിനേക്കാൾ നല്ല നമ്മൾ ഡോക്ടർമാരെടുത്തും വൈദ്യന്മാരെടുത്തും പോകുമ്പോൾ, നമ്മളെ നാട്ടിലെ ഡോക്ടർമാരെടുത്ത് നമ്മൾ പോലെയല്ലോ, ദൂരെയുള്ള വൈദ്യന്മാരെടുത്തല്ലേ പോവുക. എല്ലാവരും അങ്ങനെയാണ്. അവിടെ ഉള്ള ആൾ ഇങ്ങോട്ടും വരുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണവർ ചോദിച്ചാൽ പറയും ഞാൻ ഇന്ന നാട്ടിൽ പോവുകയാണ്, അയാൾ ഇന്ന നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആ നാട്ടുകാരനെ പറ്റൂല, ഇയാൾക്ക് ഇന്ന നാട്ടുകാരനെ പറ്റൂല. പിന്നെ വേറെ ആൾക്കാരെടുത്ത്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെടുത്ത് പോകുന്ന രോഗികളുണ്ട്. ഇതുപോലെ ഒന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല മനുഷ്യർക്ക് പലർക്കും. അങ്ങനെ നിൽക്കാൻ അള്ളാഹുവിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവർക്ക് എന്നും എപ്പോഴും അസ്വസ്ഥതകളായിരിക്കും. ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അള്ളാഹുവിൽ മാത്രമുള്ള അചഞ്ചലമായ കറകളഞ്ഞ ഈമാൻ, അത് നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്നാമതായി അത് പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുക. 2, വഅമിലു സ്സാലിഹാത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, കറകളഞ്ഞ ഈമാനിൽ നിന്ന് ജന്മമെടുത്ത സൽക്കർമ്മങ്ങളും ഉണ്ടായിരിക്കണം. വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് മാത്രമായില്ല, അമലു സ്വാലിഹാത്തുകളും കൂടെ വേണം. വിശ്വാസം, ഈമാൻ എന്നതിനെ തന്നെ വിവക്ഷിക്കുന്നത് ഇഅ്തിഖാദും ബിൽ ഖൽബി വ ഖൗലും ബിൽ ലിസാനി വ അമലുൻ ബിൽ ജവാരിഹ് എന്നാണ്. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ടുള്ള അംഗീകരിക്കലും നാവുകൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ് ഈമാൻ എന്നത്. അത് പൂർണ്ണമാകുന്നത് അമലുകൂടെ വരുമ്പോഴാണ്.
അമലില്ലാതെ ഈമാനില്ല, ഈമാനില്ലാതെ അമലിനും നിലനിൽപ്പില്ല എന്ന്. അങ്ങനെയുള്ള ആളുകൾ അമലുസ്സാലിഹാത്തുകൾ ഉണ്ടായിരിക്കണം. അമലുസ്സാലിഹാത്തിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി വരുന്ന 1-2 ഗൗരവമുള്ള വിഷയങ്ങളാണ് അത്തവാസി ബിൽ ഹക്ക് വത്തവാസി ബിസ് സബ്ർ. ഹക്ക് കൊണ്ടും സബ്ർ കൊണ്ടുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മൻ ദഅ ഇലാ ഹുദ, ഹുദയിലേക്ക്, നേർമാർഗത്തിലേക്ക് സത്യം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരാളുണ്ടെങ്കിൽ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. പറഞ്ഞു വന്നത് അത്തവാസി, അതെ, മൻ ദഅ ഇലാ ഹുദ, ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു നന്മയിലേക്ക് ഒരാളെ ക്ഷണിക്കുക. ഒരാളെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് അങ്ങനെ മാറിപ്പോയി. നമ്മൾ ഒരാളെ എന്ന് പറയുമ്പോൾ അത് നമ്മളും നമ്മളുടെ കൂടുള്ളവരും അല്ലാത്ത അപ്പുറത്തൊരു ടീമിനെയാണ് കാണുക. അല്ല, നമ്മുടെ തൊട്ടടുത്തുണ്ടാവും. അത് ചിലപ്പോൾ ഇണയാകാം, തുണയാകാം, ഉമ്മയാകാം, ഉപ്പയാകാം, അനിയൻ ജ്യേഷ്ഠൻ ആകാം, മകളാകാം, മകനാകാം. അവിടെ വരാൻ പോണ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഇനി അല്പം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ്. നഷ്ടം വരാനുള്ള കാരണങ്ങൾ എന്താണെന്നറിയോ? ഈമാനും അമലുസ്സാലിഹാത്തും എന്ന പൊതുതലത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും എത്തിയിട്ടുണ്ടാകും. എന്നിട്ടും നഷ്ടബോധം, നഷ്ടം തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരും മറന്നുപോയ, അകന്നു നിൽക്കുന്ന 2 ഘടകങ്ങൾ, ഒരു ഘടകത്തിലെ 2 ഭാഗങ്ങളാണ് അത്തവാസി ബിൽ ഹഖി വത്തവാസി ബിസ് സബ്ർ. സത്യം കൊണ്ടും ക്ഷമം കൊണ്ടും പരസ്പരമുള്ള ഉപദേശം ഇന്ന് എവിടെയാ ഉള്ളത്? പരിശോധിക്കൂ. മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ എളുപ്പമാണ്. എൻ്റെ കൂടെ എപ്പോഴുമുള്ള എൻ്റെ ഇണയിലെ തിന്മകൾ കാണുമ്പോൾ അവളോട് സൗമ്യമായി ഗുണകാംക്ഷയോടെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇതുവരെ സമയം കണ്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എൻ്റെ മക്കൾ തിന്മയിൽ അകപ്പെടും. എൻ്റെ മക്കൾ രാജ്യത്തിന് അപകടമാകും. എൻ്റെ മക്കൾ നാടിനും അയൽപ്പക്കത്തിനും കുടുംബത്തിനും ഒരു ഗുണവും ചെയ്യാത്തവരായി മാറും, എനിക്കെതിരായി മാറും. ചെറുപ്പം മുതലേ അവർക്ക് ഞാൻ നന്മകളെ പഠിപ്പിച്ചു കൊടുക്കണം. അവർ ആ നന്മകൾ ചെയ്യുന്നതോടെ അവരുടെ പ്രതിഫലത്തിൽ നിന്നൊട്ടും കുറയാതെ എനിക്കും പ്രതിഫലമുണ്ടെന്ന് വരെ നമ്മെ പ്രവാചകൻ പഠിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചു വിട്ടു. പക്ഷേ നമ്മൾ മറ്റുള്ള വീട്ടിലെ കുട്ടിയുടെ തിന്മ കണ്ട് പ്രചരിപ്പിക്കാനും പറയാനുമല്ലാതെ, സ്വന്തം കുട്ടിയുടെ തിന്മക്ക് കൂട്ടുനിൽക്കുന്നു എന്നതല്ലാതെ തൻ്റെ കുഞ്ഞിനോടൊരു നേരം പോലും നന്മ ചെയ്യുവാൻ കൽപ്പിക്കുകയോ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാറില്ല. വലിയ അപകടം സൃഷ്ടിക്കുന്നു. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ് ഇങ്ങനെയുള്ള മനുഷ്യർ. അഥവാ സത്യം കൊണ്ട് ഉപദേശിക്കാത്ത മുഅ്മിൻ, ക്ഷമ കൊണ്ട് ഉപദേശം നൽകാത്ത മുഅ്മിൻ, അവരൊരുപാട് അമലുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ നഷ്ടത്തിലകപ്പെടാനുള്ള കാരണം ഈ 2 ഘടകങ്ങൾ അവരിൽ നിന്ന് അന്യമായി പോയി. നന്മ കൽപ്പിക്കുന്നില്ല അവർ, ക്ഷമ കൽപ്പിക്കുന്നില്ല അവർ. പ്രവാചകൻ പഠിപ്പിച്ചു, വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ക്ഷമയേക്കാൾ വിശാലതയുള്ള, ക്ഷമയേക്കാൾ ഉത്തമമായ ഒരു അതാവും, ഒരു സമ്മാനവും, ഒരു ഔദാര്യവും ഒരാൾക്കും നൽകപ്പെടുന്നില്ല. ക്ഷമയുള്ളവൻ അത്രയും ഭാഗ്യവാനാണ് എന്ന് ഇത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മളത് പറയുന്നത് തന്നെ ക്ഷമയില്ലാണ്ട. ക്ഷമ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പോയി. സത്യം കൊണ്ട് ഉപദേശിക്കാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതൽ എനിക്ക് വലിയൊരു അനുഭവമുള്ളത്, മറക്കാത്തൊരനുഭവം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജ്യേഷ്ഠ സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു പിതൃതുല്യനായി ഇന്നുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ വിഷയം പറയവേ അദ്ദേഹം ഓർത്ത ഒരു കാര്യം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മദ്രസയിൽ 3-3.5 കിലോമീറ്റർ ദൂരം നടന്നു പോകണം. അങ്ങനെ നടന്ന് മദ്രസ കഴിഞ്ഞ് തിരിച്ച് നടക്കുക വീട്ടിലേക്ക്. അപ്പോൾ വഴിവക്കിൽ റോഡരികിൽ ഒരാൾ കൊപ്ര ചിക്കിയിട്ടുണ്ട്. കൊപ്ര ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരൻ, അതായത് ഈ കുട്ടി, അവൻ അവിടെ ഇരുന്നിട്ട് അതിൽ നിന്ന് 2 കഷ്ണം എടുത്തു.
അങ്ങനെ വീട്ടിലെത്തുന്നത് വരെ ഇത് വായിലിട്ടിട്ട് എണ്ണയാട്ടുകയാണ്. എണ്ണ കുറേ കുടിച്ചു. അവിടെ എത്തിയപ്പോഴേക്ക് ചണ്ടി തുപ്പാനേ ഉള്ളൂ. ഇവനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ, ഇവൻ്റെ ചക്ക് ആടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താടാ വായിലെന്ന്? പറഞ്ഞു, കൊപ്പര. ഏർന്നാ എനിക്കിത് കിട്ടിയെന്ന് ചോദിച്ചു. അത് ഞാനത് ആ മൂപ്പരടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് എടുത്തതെന്നാണ്. ഈ ചോദിച്ചതിനോ എനിക്ക് തന്നതാണോ ഈ ചോദിച്ചതാണോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല, മൂപ്പര് കണ്ടിട്ടില്ല, ഞാൻ എടുത്തുകൊണ്ടോന്നാണ്. ഒറ്റപ്പെടുത്താ വായിക്ക്, തുപ്പടാന്നാണ്. ആ പല്ലുകൾക്കിടയിലൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തുപ്പിച്ചു. എന്നിട്ട് ഉമ്മ കൈ വായിലേക്ക് വിരലിട്ടിട്ട് മാന്തി എടുത്തു. കൊപ്പിളിക്കടാന്നാണ്. കൊപ്പിളിച്ചു. എന്താ വായി കുൽക്കുഴി അല്ലേ? കുൽക്കുഴിയാൻ പറഞ്ഞു. കുൽക്കുഴിഞ്ഞു നടക്കുന്നതാണ്. ഈ 3-3.5 കിലോമീറ്റർ ഈ ഉമ്മ കുട്ടിയെ കൈയടിച്ചിട്ട് നടത്തിച്ച് തിരിച്ചു കൊണ്ടുപോയി. അയാളെടുത്തിട്ടുണ്ട് പറയുന്നതാണ്. അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ 2 കൊപ്പറ ഞാൻ എടുത്തീനു, മാപ്പാക്കണമെന്ന് പറയുന്നതാണ്. മദ്രസയിൽ നിന്ന് എഴുതി വെച്ച പ്രിന്റഡ് പുസ്തകത്തിലെ ഒരു വരിയേക്കാളും ജീവിതത്തിലൊരിക്കലും അദ്ദേഹം പറയാ, ആ ഒരു ഉപദേശം, ആ ഹക്ക് കൊണ്ടുള്ള ഒരു ഉപദേശം ഉണ്ടല്ലോ, ഈ പറഞ്ഞതാണത്, വതവാസോ ബിൽ ഹക്ക്, ആ ഉപദേശമാണ് എന്നെ ഇന്നും 1 ഉറുപ്യ പോലും മറ്റൊരാളുടേത് എൻ്റെ കീശയിൽ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്ന് ഉമ്മൻ്റെ തൊണ്ടക്ക് പിടിച്ചതാണെന്ന്, തൊള്ളക്ക് പിടിച്ചതാണ്. ആ ഒരു ബോധ്യപ്പെടുത്തൽ ഇന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നോ? മോളെ കയ്യിലെ വാച്ച് നിങ്ങൾ വാങ്ങിക്കൊടുത്തതാണോ? ചോദിച്ചോളി. മകളെ കുറ്റപ്പെടുത്താനല്ല. ആര് വാങ്ങിക്കൊടുത്തതാണ് എൻ്റെ മോളിട്ട വാച്ച്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. നമുക്ക് ചോദിക്കാൻ പോലും ധൈര്യമില്ലാതെ പോയി. കുറ്റപ്പെടുത്തണ്ട, കളിയാക്കണ്ട, ശിക്ഷിക്കണ്ട. പക്ഷേ കുഞ്ഞിൻ്റെ തോളത്ത് കൈവച്ച്, കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച്, ചെറുപ്പം മുതൽ തൻ്റെ കൈവശം ഉണ്ടാവാൻ പാടില്ലാത്തത് കാണുമ്പോൾ മകനോടും മകളോടും ചോദിക്കണം. എൻ്റെ ചെരുപ്പ് അങ്ങനെ എനിക്ക് ഏടുന്ന പൈസ ഇട്ടി ചോദിക്കണം. കഴിയുന്നില്ല. അന്യായമായ 1 രൂപ പോലും കയ്യിൽ വരരുത് മക്കളെ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. പണ്ട് അങ്ങനെ പാട്ടുണ്ടായിരുന്നു. മക്കൾ വാപ്പാനോട് പറയുന്ന ഒരു പാട്ട് കേട്ടത് ഓർമ്മയുണ്ട്. ഞാൻ ഒന്ന് വാരണാക്കര നിൽക്കുന്ന കാലത്ത് ഒരു മദ്രസയിൽ നിന്ന് പാട്ട് കേട്ട് 2002 തോന്നുന്നു. വാരണാക്കര പള്ളിയിൽ ഖുത്ബയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അന്ന് കേട്ടൊരു പാട്ടാ, നേരം വെളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ, നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ. ഇന്നങ്ങനെ ആരെയും പറഞ്ഞാൽ തന്നെ ആ കുട്ടികളെ കഥ പോക്കാം. അന്ന് അങ്ങനെയായിരുന്നു. ചരിത്രം മുമ്പും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്, അന്നത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നത് പ്രതിശ്രുത വരനാണ്. വിവാഹത്തിൻ്റെ ഫസ്റ്റ് ഡേ ദീനി അന്നത്തെ ചെറുത്തുനിൽപ്പിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാനിങ്ങനെ പോവുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് പുറയൊക്കെ കാലുകുത്തിയ പെണ്ണ് പറഞ്ഞതാ, അതെ നിങ്ങൾ പോകുമ്പോൾ ഇയ്യാക വൽ കസ്ബൽ ഹറാം, ഹറാം സമ്പാദിക്കരുത് കേട്ടോന്ന്. എന്തെങ്കിലും കിട്ടിയാൽ എടുത്തു ഓടി ഇങ്ങോട്ട് പോരണ്ട, അതൊക്കെ നിർദ്ദേശപ്രകാരം ആവണം എന്ന്. ഇന്ന് നമ്മൾ പറഞ്ഞാലോ, പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അന്നേ എൻ്റെ ബിസിനസ് നോക്കാനല്ലേ ഏൽപ്പിച്ച്, ഇവിടെ അമ്മാനെയും ബാപ്പാനെയും നോക്കി ഇവിടെ കുത്തിരുന്നോന്ന് അറിയൂലേ. പരസ്പര ഉപദേശം നടത്തുക. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന കുടുംബം എത്രയുണ്ട് കൂട്ടരെ. നമ്മുടെ സ്വന്തം മക്കളെ പരിശോധിച്ച് നോക്കൂ. മക്കൾ പറയട്ടെ, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നാട്ടിലുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിലോ സൗമ്യമായോ നസീഹത്തോടുകൂടെയോ തോളത്ത് കൈവച്ച് പറയുന്നില്ല. നമ്മൾ തിന്മയെ അല്ല എതിർക്കുന്നത്, തെറ്റ് ചെയ്തു പോയ കുട്ടിയെയാണ് നമ്മളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ അല്ല വെറുക്കേണ്ടത്, കുട്ടിയെ അല്ല എതിർക്കേണ്ടത്, മറിച്ച് ആ കുട്ടിയിൽ വന്ന, ആ വ്യക്തിയിൽ വന്ന തിന്മയെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവനെ സന്മനസ്സോടെ അവന് തിരിച്ചു വരാനുള്ള പ്രേരണ നൽകുന്ന നല്ല വാക്കുകൾ, നല്ല ശൈലികൾ അവനെപ്പോഴും പറഞ്ഞു കൊടുക്കണം. ചെയ്തു പോകുന്നതിനും അപകടങ്ങളിലും അബദ്ധത്തിലും ചെന്നു പോകുന്നതിനും മുമ്പ് അവരുടെ കൂടെ വേണം. എന്തെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടിയിട്ട് ജോലി ലീവ് എടുത്തിട്ട് മക്കളെയും കൊണ്ട് ടൂറ് പോകണം രക്ഷിതാക്കളെ. നമ്മളൊക്കെ ഒരിക്കലും മക്കളെയും കൊണ്ട് എവിടെയും പോവില്ല, മക്കളെ കൂടെ എവിടെയും പോവില്ല. നമ്മൾ പോണടുത്തൊന്നും അവരെ കൊണ്ടുപോവുകയില്ല. ഞാനും ഓളും മാത്രം ഇങ്ങനെ പോവും, മക്കളെ ഒരിക്കലും കൊണ്ടുപോവില്ല. എന്നിട്ട് മക്കൾ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ടൂർ പോകണമെന്ന് പറഞ്ഞാൽ അതിന് വിടുകയല്ല. അങ്ങനെ അവസാനം പോകുന്ന കുട്ടിയോ തിരിച്ചു വരുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാണ് കൂട്ടരെ നമ്മൾ ആലോചിക്കുന്നില്ല പലപ്പോഴും? എന്തുകൊണ്ട്
വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള പർദ്ദ മറ്റൊരു വാഹനത്തിലോ മറ്റൊരു സ്ഥലത്തോ ചെന്ന് അഴിച്ചു മാറ്റിയിട്ട് ഔറത്ത് പോലും കാണുന്ന വിധം മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലെത്തി? നിങ്ങൾ ആലോചിക്കും, എന്താ ഇപ്പോൾ പറയണത്? യാഥാർത്ഥ്യമാണ് ഈ പറയണത്. എന്തുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കൾ പോയി, വ്യതിചലിച്ചു പോയി? ഒന്നുമല്ല, ഈ പറഞ്ഞതില്ലാഞ്ഞിട്ടാ. തവാസി ബിൽ ഹഖ് വതവാസി ബിസ്സബ്ർ. ഹക്കും സബ്റും പരസ്പരം പറഞ്ഞു കൊടുക്കണം, സന്മനസ്സോടെ. അദ്ദീനു അന്നസീഹ. ഒരുപാട് കാര്യങ്ങൾ നമുക്കങ്ങനെ പരിശോധിച്ച് നോക്കുമ്പം കാണാൻ കഴിയും. മദ്രസയിൽ പറഞ്ഞയച്ചു എന്നതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ഒരു വെള്ളിയാഴ്ച ജുമക്ക് ഖുത്ബ കേട്ടു എന്നതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. മക്കളെ നന്മ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നേരെ തിരിച്ചാ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്. ഒരു പെൻസിൽ കുട്ടീൻ്റെ കൈ കൊടുത്താൽ ആരെയും ചോദിച്ചാൽ ഇത് കാണിച്ചു കൊടുക്കണ്ടെന്നാണ് പറയുക, ഇത് കൊടുക്കരുത് എന്നാണ് പറയുക. പെൻസിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെൻസിൽ ചോദിച്ചാൽ ആ ടീച്ചറോട് പറയണം, എൻ്റെ ഉണ്ട് ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ടാമതൊരു പെൻസിൽ ഉണ്ട്, അത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. അവിടെ ചെറിയ കാലം മുതൽ തന്നെ നമ്മൾ കുട്ടിയെ തിന്മയാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. രാത്രി നമസ്കാരവും ദിക്ർ ദുആകളും നമ്മളിൽ നിന്ന് മക്കൾക്ക് കാണുന്ന വിധത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ പാരത്രിക ജീവിതത്തിലെ വിജയം ലഭിക്കുവാൻ, അതുപോലെ നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ സാധിക്കും. ഫസ്ബിർ സബ്റൻ ജമീല. നീ ഏറ്റവും നന്നായി ക്ഷമിക്കണം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. നീ ഏത് സന്ദർഭങ്ങളിലും ക്ഷമ കൈകൊള്ളണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4 ഘടകങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് ചുരുക്കം. ഞാൻ അവസാനിപ്പിക്കാം. കുറച്ച് ദൂരം പോകേണ്ടതല്ലേ, 2-2.5 മണിക്കൂർ എടുക്കും ഞാൻ നാട്ടിലെത്താൻ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ആവാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഈ അധ്യായത്തിലെ 4 കാര്യങ്ങൾ, 4 മാനദണ്ഡങ്ങൾ, വിജയത്തിൻ്റെ രഹസ്യം, നഷ്ടം വരാതിരിക്കാൻ. അതേപോലെ യഥാർത്ഥ നഷ്ടം എന്നത് ദുനിയാവിലെ നഷ്ടമല്ല. ദുനിയാവിലെ നഷ്ടങ്ങൾക്കൊക്കെ നമുക്ക് പകരം വെക്കാനാവും എന്തെങ്കിലുമൊക്കെ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്, പകരം വെക്കാൻ കഴിയും. മക്കൾ മരിച്ചു പോയാൽ വേറെ മക്കളെ വെക്കാൻ ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. ഇണ നഷ്ടപ്പെട്ടാൽ ചിലപ്പം വേറെ ഇണയെ വെക്കാൻ പോലും ആവും. മക്കൾ നഷ്ടപ്പെട്ടു പോയാലും അതിന് പകരം വേറെ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ പരലോകത്തെ നഷ്ടം അങ്ങനെ അല്ല. അതുകൊണ്ടാണ് പരലോകത്തിന് മുമ്പ് എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു സുമർ 39-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. നമുക്കതിൽ 1-2 ആയത്തുകൾ കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അത് ഇങ്ങനെ കാണാൻ കഴിയും. ജീവിതത്തിൽ അധർമ്മങ്ങൾ ചെയ്തു പോയ, പരിധി വിട്ട് തിന്മകൾ ചെയ്തു പോയ ആളുകൾ ടെൻഷൻ അടിച്ചിങ്ങനെ, പലരും നന്മയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് വരാത്തത് ഞാനൊന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, ഞാൻ എൻ്റെ ആ കാലത്ത് അങ്ങനെയായിരുന്നു, ലഹരിക്ക് അടിമപ്പെട്ടു പോയി, അതല്ലെങ്കിൽ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിലേക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനത്തോട് ചേർത്ത് അള്ളാഹു ഇന്ന ഘട്ടത്തിന് മുമ്പ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തങ്ങളോട് തന്നെ അതിക്രമം വല്ലാതെ ചെയ്തു പോയ ആളുകളോട് പറയൂ പ്രവാചകരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്തു പോയാലും, കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും
നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നീ നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പറയുക, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ് റഹീമാണ്. എന്ത് ചെയ്യണം എന്ന് പറയുന്നിടത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗം അടിവരയിട്ട് അല്ലാഹു ചേർത്ത് വെച്ചത്. വഅനീബൂ ഇലാ റബ്ബിക്കും وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. وأنيبوا إلى ربكم وأسلموا له, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങൂ, അവനിൽ സമർപ്പിച്ച് ജീവിക്കൂ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറുൻ, ഒരിക്കലും ഒരു വിധവും മറ്റൊരു സഹായവും ലഭിക്കാത്ത വിധത്തിൽ, ഉപകാരപ്പെടാത്ത വിധത്തിൽ നിങ്ങളെ ശിക്ഷ പിടികൂടുന്നതിന് മുമ്പ്. ഇതാ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതുമായ കാര്യം. വീണ്ടും പറഞ്ഞു, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധം, നിങ്ങളറിയാത്ത തലത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പൊടുന്നനെയുള്ള ശിക്ഷ വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സന്മാർഗത്തെ, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ, വിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന്. ഇല്ലെങ്കിലോ അന്തഖൂല യാ ഹസ്രത, എൻ്റെ കഷ്ടമേ എന്ന് നിങ്ങൾ വിളിക്കേണ്ടി വരും. അലമ ഫറത്തു ഫി ജംബില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് അള്ളാഹുവിനോടായി ഞാൻ വീഴ്ച വരുത്തിയതിൽ. വകുന്തു വഇൻ കുന്തു ലമിന സാഖിരീൻ, ഞാൻ നിന്ദ്യരിൽ പെട്ടുപോകും എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. ജീവിതത്തിൽ ദുനിയാവിലെ നഷ്ടങ്ങളല്ല നഷ്ടം, മറിച്ച് മരണം മുതൽ കിട്ടേണ്ട സമാധാനം കിട്ടാതെ പോകുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ, ലഭിക്കേണ്ടതായ നിർഭയത്വം, ശാന്തിയും സമാധാനവും അത് കിട്ടാതെ പോകുന്നതാണ്. സ്വർഗം കിട്ടാതെ പോകുന്നതാണ്, നരകത്തിൽ അകപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സക്രിയരാവുക. ദുനിയാവിലെ വിഭവങ്ങൾ കുറേ കയ്യിലുള്ളത് കൊണ്ടൊന്നും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതോ ആവർത്തിക്കുകയാണ്, ഭൗതികമായ വിഭവങ്ങളൊന്നുമല്ല വിജയത്തിന് ആധാരം, മറിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഇല്ലല്ലദീന എന്ന് ശേഷം പറഞ്ഞ ഈമാൻ, ആമനു, അമലുസ്സാലിഹാത്ത് വഅമിലുസ്സാലിഹാത്ത്, അത്തവാസി ബിൽ ഹഖ് വത്തവാസി ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇത്രയും കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ളൂ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഈ കുറഞ്ഞ കാര്യം മതി ഏറ്റവും സന്തോഷത്തോടുകൂടെ മരണപ്പെടാൻ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് കേൾക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ കൂടെ ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത രോഗബാധിതരായ ഒരുപാട് ആളുകൾ, ആശുപത്രിയിലും വീട് കട്ടിലുകളിലുമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സന്തോഷം നീ നൽകി അനുഗ്രഹിക്കണേ. അവരുടെ രോഗത്തിന്
ശിഫ നൽകണമേ ഷാഫിയായ അല്ലാഹുവേ, നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല. സഖമേതും അവശേഷിക്കാത്ത പൂർണ്ണമായ ശിഫ അവർക്കും രോഗം ബാധിച്ചില്ല ഞങ്ങളിലുള്ളവർക്കുമൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ ഷാഫിയായ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ ഒരുപാട് ആളുകൾ കുടുംബത്തിലും അല്ലാതെയും മക്കളും ഇണതുണകളും ആയി. അല്ലാഹുവേ, അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പാപങ്ങൾ, തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി അവരുടെ ബർസഖിയായ ഖബർ ജീവിതം ഏറ്റവും സ്വർഗ സന്തോഷത്തിൻ്റെ പരിമളത്തിൻ്റേതാക്കി നീ മാറ്റി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ മഗ്ഫിറത്ത് നൽകുന്ന ഗഫൂറായ അല്ലാഹുവേ. ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങളുടെ പോരായ്മകളായി കണ്ട് ഞങ്ങളുടെ നന്മകളെ 10 മടങ്ങ് 700 മടങ്ങ് അതിലപ്പുറം വർദ്ധിച്ച തോതിൽ ഞങ്ങൾക്ക് നീ കണക്കാക്കി രേഖപ്പെടുത്തി തിന്മകൾ പുറത്ത് സ്വർഗാവകാശികളാക്കി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തിൽ തിന്മയുണ്ടെന്ന് മനസ്സിലായാൽ അത് വർജിക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിതത്തെ സമ്പുഷ്ടമാക്കുവാൻ, പരലോക ജീവിതത്തെ സമ്പുഷ്ടമാക്കുവാൻ, ഈമാനും അമലുസ്സാലിഹാത്തും ഹക്കും സബറ് കൊണ്ടുള്ള പരസ്പര ഉപദേശങ്ങളും നടത്തുന്ന നല്ല കുടുംബങ്ങളായി സന്തോഷത്തോടെ ജീവിക്കുന്ന, സന്തോഷത്തോടെ വിട പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്തോ അതെല്ലാം ഹൈറായതെല്ലാം സഫലമാക്കി കൊടുക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥന സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ. സിറാത്തിലൂടെ വളരെ എളുപ്പം സ്വർഗം പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നൽകപ്പെടുന്നവരിൽ നൂറുഹും യസ്ആ ബൈന ഐദീഹിം എന്ന് പറഞ്ഞ പ്രകാശം ലഭിക്കുന്ന വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പേരെഴുതി രേഖപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ أجرنا من النار. اللهم أعز الإسلام والمسلمين. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا دعاءنا وصلاتنا وزكاتنا وصيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا إننا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيئات الأسقام يا رب العالمين. اللهم انصرنا من أيدي الظالمين. اللهم انصرنا من ظلم الظالمين. اللهم نجنا من قوم الظالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا من الذين يتلون الكتاب حق تلاوته واجعلنا من
من الذين يدرسون الكتاب حق دراسته واجعلنا من الذين يعملون بالقرآن حق عمله يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته.